കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. ബാങ്കിലെ രേഖകൾ പുറത്തേക്കു കടത്തുന്നുവെന്നും ബാങ്കിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്ക് അനുകൂല നടപടികൾ സ്വീകരിക്കുന്ന ഭരണസമിതി സഹകാരികളോട് കാണിക്കുന്നത് വഞ്ചനയാണെന്നും നേതൃത്വം ഇടമുളയ്ക്കലിൽ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് തീരുമാനമായത്. എന്നാൽ നിലവിലെ ഭരണസമിതിയുടെ അറിവോടെ ഹൈക്കോടതിയെ സമീപിച്ച പ്രതികൾ റവന്യൂ റിക്കവറിക്കെതിരെ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ് നടത്തിയ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള ന്യൂനതാ സർട്ടിഫിക്കറ്റിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. ബാങ്ക് ജീവനക്കാരൻ ബിനാമി ഇടപാടിലൂടെ ചട്ടവിരുദ്ധമായി വായ്പ എടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ ന്യൂനതകൾ വ്യക്തമാക്കുന്ന ഈ രേഖകൾ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. രേഖയുടെ പകർപ്പ് കോൺഗ്രസിന്റെ 3 ഭരണസമിതി അംഗങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് നൽകാൻ സെക്രട്ടറി ഇൻചാർജ് തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്ത് സമാധാനപരമായി സമരം ചെയ്ത തങ്ങളെ ഭരണസമിതിയിലെ ഏതാനും ചിലരും ജീവനക്കാരും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് 1-ാം തീയതി ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിന് പോലീസും മാധ്യമ പ്രവർത്തകരും സാക്ഷികളാണ്. എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണിപ്പോൾ. ഈ സംഭവത്തിൽ തങ്ങൾ പോലീസിൽ പരാതി നൽകും. ഇതോടൊപ്പം തന്നെ പ്രതികൾക്കെതിരെയുള്ള റവന്യൂ റിക്കവറിക്കെതിരെ സ്റ്റേ നൽകിയ ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും. ഒപ്പം തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണസമിതിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും നേതാക്കളായ സൈമൺ അലക്സ്, ലിജു ആലുവിള, SJ പ്രേംരാജ്, KC എബ്രഹാം, സാമുവേൽ തോമസ്, ഷാനവാസ് പുത്തൻവീട്ടിൽ എന്നിവർ പറഞ്ഞു. ഈ പറയുന്ന ബോർഡ് മെമ്പർമാരും മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള സഹകരണ വകുപ്പിന്റെ 68(2) എൻക്വയറി പ്രകാരമുള്ള സർചാർജിൻ പ്രകാരം റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയി എന്നുള്ളതായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനുമെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം. അതിന്റെ പേരിലാണ് അന്ന് അവർ റിബൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം കോൺഗ്രസിന് അങ്ങനെ പോകാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നിക്ഷേപ പൈസകൾ, കശുവണ്ടി തൊഴിലാളികൾ, പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ, സാധാരണക്കാരായ ആളുകൾ 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചിട്ടുള്ള ആ നിക്ഷേപം സുരക്ഷിതമായി തിരികെ കൊടുക്കുക എന്നുള്ളത് ആ ബാങ്കിന്റെ പ്രഥമ കർത്തവ്യത്തിൽപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സാമുവലിന്റെ അടുത്തുണ്ട്, ശ്രീ ലിജു ഉണ്ട്, ശ്രീ KC എബ്രഹാം ഉടനെ എത്തിച്ചേരും. അവരെല്ലാവരും കൂടി എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് അവർക്ക് ഈ 68(2) പ്രകാരം കണ്ടെത്തിയ ആളുകൾക്കെതിരെയുള്ള 6 നടപടികളിലേക്ക് പോയി. ഖേദകരമെന്ന് പറയട്ടെ, 25/9/2024 റിട്ട് പെറ്റീഷൻ നമ്പർ 33,381/2024 നമ്പറായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ തട്ടിപ്പ് നടത്തിയ 6 പ്രതികൾ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും ആ റിട്ടിനകത്ത് ഇപ്പോ 6 നടപടികൾ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് കോടതി പോകാനുള്ള അവകാശമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ 6 നടപടികൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ബോർഡ് ചെയ്തത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ ആ ഹൈക്കോടതിയിൽ വരുന്നുണ്ടെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച്, ബാങ്കിനെതിരായി ഒരു പെറ്റീഷൻ വന്നാൽ അത് ഹാജരാകാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു വക്കീലിനെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ബോർഡ് വന്നതിന് ശേഷം 25/9/2024 മുമ്പുള്ള ആഴ്ചയിൽ ഇന്നത്തെ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ബിജുവും ആ തട്ടിപ്പിനെ കൂട്ടുനിന്ന ശ്രീ മാധവൻകുട്ടിയും ബാങ്കിൽ തന്നെ ഒരു ജീവനക്കാരനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ പോയി ഈ ബാങ്കിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തടസ്സവാദവും ഇല്ല എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ആ ഹൈക്കോടതി സ്റ്റേ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. 1-ാം തീയതി ഞാനും ശ്രീ പ്രേംരാജും കൂടി രാവിലെ 11 മണിക്ക് ബാങ്കിലെത്തുകയും ബാങ്കിൽ ചില ഫയലുകളൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം അവിടെ നിന്നോട് സെക്രട്ടറിയോട് പറഞ്ഞു ആ ന്യൂനതാ റിപ്പോർട്ടിന്റെ കോപ്പി വേണം. അപ്പൊ അവരെന്നോട് പറഞ്ഞു പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് തരാൻ കഴിയും. അപ്പോൾ സമയം 11:30 മണിയായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മതി, പ്രസിഡന്റിനോട് ചോദിച്ചു തന്നാൽ മതി, ഞങ്ങൾ പോയി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു 4 മണിയാകുമ്പോഴത്തേക്ക് വരാം. 4 മണിക്ക് ഞാനും ശ്രീ പ്രേംരാജും ഗോഡംബറായിരുന്ന ജോളിയും കൂടി വരുമ്പോൾ ശ്രീ ആയൂർ ബിജു എന്ന് പറയുന്ന ബാങ്കിന്റെ പ്രസിഡന്റ് ബാങ്കിന് മുമ്പിലുണ്ട്. ആ ബാങ്കിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രസിഡന്റിനെ വിഷയമായിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നു 4 മണിയായി, 4:30 5 മണിയായിട്ടും ആ ഒരു രേഖ എന്ന് പറയുന്നത് ആ ബാങ്കിൽ വരുന്ന എല്ലാ സർക്യൂട്ടുകളും രേഖകളും പരിശോധിക്കാൻ ആ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അവകാശമുണ്ട്. അത് സെക്രട്ടറി തരാതെ പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ഉപരോധ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനു മുമ്പ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു മെമ്പർ ജോലിക്കാരൻ വീട്ടിൽ പോയി, ഞങ്ങൾ അവരെ തടഞ്ഞില്ല. അത് 5 മണിക്ക് മുന്നേ പോയാലാണ്, 5 മണി കഴിഞ്ഞല്ല, 5 മണിക്ക് പോകാൻ നേരത്ത് മാത്രമാണ് അവിടെ ഒരു തടസ്സവാദം ഉണ്ടാവുന്നത്.
5 മണിക്ക് സെക്രട്ടറി ഇറങ്ങാൻ തുടങ്ങി ഞങ്ങൾ തന്നിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സജി എന്ന് പറയുന്ന ജീവനക്കാരനും സെക്രട്ടറി മാത്രമാണ് അകത്തുള്ളത്. അപ്പോൾ വനിതാ സെക്രട്ടറി ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വനിതാ മെമ്പറോട് പറഞ്ഞു, നിങ്ങൾ വാദത്തിലിരിക്കുക, ഞങ്ങൾ സ്റ്റെപ്പിലിരിക്കാം. ഞാനും പ്രേംരാജും സ്റ്റെപ്പിലിരുന്നു. വനിതാ മെമ്പറായിരുന്ന ജോളി സജി നമ്മുടെ ആ ഓഫീസിന്റെ വാതിൽ കസേരയിട്ടിരുന്നു. അതാ 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിയുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അവിടെ വന്നു. അവിടെയുള്ള ആളുകളൊക്കെ പ്രസിഡന്റിനെ വിളിക്കുന്നു. പ്രസിഡന്റ് പറയുന്നു ഞാൻ അവിടെ ഇല്ല എന്ന് പറയുന്നു, അവിടെ ചുറ്റുവട്ടം ഉണ്ടെന്ന് പറയുന്നു. എന്താണെങ്കിലും ആ സെക്രട്ടറി ആവട്ടെ, പ്രസിഡന്റ്, ഭരണസമിതിയുടെ തലവൻ പ്രസിഡന്റ് ആവട്ടെ, ഒരു പോലീസിനെ അറിയിക്കുവാനോ അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കുവാനോ ഉള്ള ഒരു നടപടികളും അവിടെ സ്വീകരിച്ചില്ല. അവസാനം 7:15 മണിക്കാണ് അഞ്ചൽ എസ്ഐയും സംഘവും വരുന്നത്. അവര് വരുമ്പോഴും ഞങ്ങളെ മറികടന്ന്, സ്റ്റെപ്പിലിരുന്ന് ഞങ്ങളെ മറികടന്ന്, ഞങ്ങൾ എൻ്റെ ഇടയിലൂടെ മറികടന്നാണ് അകത്തേക്ക് പോകുന്നത്. അകത്ത് പോയി സെക്രട്ടറിയോട് സംസാരിക്കുന്നു, തിരിച്ചു വന്ന് എന്നോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് കോപ്പി വിടണം, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ തരാവുന്ന രേഖാമൂലം അറിയിപ്പ് കിട്ടണം, അല്ല ഞാൻ പോകത്തില്ല. സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പരാതി ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സെക്രട്ടറി പറയും എനിക്കൊരു പരാതിയില്ല. അപ്പൊ അവര് പോകുന്നില്ല, ഞാനും പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞ സെക്രട്ടറി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ ജീവനക്കാരനും ഒരു ബോർഡ് മെമ്പറും അന്ന് ലീവിലുണ്ടായ ജീവനക്കാരനും കൂടി അവിടെ കയറി വന്ന് ബഹളം ഉണ്ടാക്കുകയും ബഹളം സൃഷ്ടിക്കുകയും സെക്രട്ടറിക്ക് ബോധക്ഷയം വരുന്ന രീതിയിലേക്ക് അഭിനയം നടത്തുകയും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന സമാധാനപരമായി സമരം നടത്തിയ ഞങ്ങളുടെ വനിതാ ബോർഡ് മെമ്പറെ ഉൾപ്പെടെ തള്ളി മാറ്റി തെറിയും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴാണ് പുറത്തിരുന്ന് ഞാനും പ്രേംരാജും അകത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏത് വിഷ്വൽസും അവിടെ പരിശോധിക്കാം. അപ്പൊ അകത്ത് വന്ന് ഗോഗോ വിളിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു 4:30 മണി മുതൽ ഏതാണ്ട് 8:30 മണി വരെയും അവിടെ ഒരു വിഷയവുമില്ലാതെ സമരം നടത്തിയിരുന്ന ഞങ്ങളെ പ്രകോപനപരമായി അതിനെ തള്ളിവിട്ടതിന് പ്രധാന ഉത്തരവാദികൾ ബാങ്കിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ ഈ ജീവനക്കാരും മാത്രമാണ്. നാട്ടുവാർത്ത, അഞ്ചൽ.